Least recently used page replacement algorithm. ഈ ഒരു കോഡിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ആദ്യം ഹെഡർ ഫയൽ ഡിഫൈൻ ചെയ്തു. അതിനുശേഷം ഫൈൻഡ് LRU എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ലീസ്റ്റ് റീസെന്റ് യൂസ്ഡ് പേജ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ് ഫൈൻഡ് LRU എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫംഗ്ഷൻ. ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഈ എറയുടെ ഉള്ളിലാണ് ഫ്രെയിമിലേക്ക് ഒരു പേജ് വരുമ്പോൾ അതിന്റെ ആ വന്ന ടൈം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഈ എറ യൂസ് ചെയ്യുന്നത്. ടൈം എറയിൽ ഐട്രേറ്റ് ചെയ്തിട്ട് അതിലെ മിനിമം വാല്യൂ കണ്ടുപിടിച്ച് അതിന്റെ പൊസിഷൻ റിട്ടേൺ ചെയ്യാണ് ഈ ഫൈൻഡ് LRU എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. അടുത്ത ഫംഗ്ഷനാണ് LRU. ഇതിലെ ഫ്രെയിം ആദ്യം -1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇനീഷ്യലി ഫ്രെയിം എംപ്റ്റി ആണെന്നാണ് അത് കാണിക്കുന്നത്. പിന്നെ ടൈം എറേ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൗണ്ടർ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ എന്ന് പറയുന്നത് പേജ് റെഫറൻസ് ചെയ്ത ഓർഡർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പേജ് ഫോൾട്ട്, നമ്പർ ഓഫ് പേജ് ഫോൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ ആണ് പേജ് ഫോൾട്ട്. അത് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പേജ് എടുത്തിട്ട് അത് ഫ്രെയിമിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ആ പേജ് ആ ഫ്രെയിമിൽ ഉണ്ടെങ്കിൽ കൗണ്ടറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും, ടൈമറെ അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം ഫ്ലാഗ് 1ഉം ഫ്ലാഗ് 2ഉം 1 ആയിട്ട് സെറ്റ് ചെയ്യും. അതായത് ആ ഒരു പേജ് ആ ഫ്രെയിമിൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു പേജ് ഹിറ്റ് ആണ് സംഭവിക്കുന്നത്. ഇനി ഫ്ലാഗ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനർത്ഥം ആ ഒരു പേജ് ആ ഫ്രെയിമിൽ ഇല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രെയിം എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യും. അതായത് -1 ആണ്. -1 ആണെങ്കിൽ ഫ്രെയിം എംപ്റ്റി ആണ്. അപ്പോൾ കൗണ്ടറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. പേജ് ഫോൾട്ട് അവിടെ നടന്നു, അപ്പോൾ പേജ് ഫോൾട്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. പിന്നെ ആ പേജിനെ എടുത്തിട്ട് ആ ഫ്രെയിമിലേക്ക് ലോഡ് ചെയ്യും. അതിനുശേഷം ടൈമറെ അപ്ഡേറ്റ് ചെയ്യും. ഫ്ലാഗ് 2 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഫ്ലാഗ് 2 1 ആയിട്ട് സെറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു പേജിനെ അവിടെ ആ ഒരു ഫ്രെയിമിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്, അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫ്ലാഗ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനർത്ഥം എംപ്റ്റി ഫ്രെയിം ഇല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഫൈൻഡ് LRU എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. അവിടെ ഒരു പേജ് റീപ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ലീസ്റ്റ് റീസെന്റ് യൂസ്ഡ് പേജിനെ കണ്ടുപിടിക്കും. അതിനുശേഷം കൗണ്ടറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. അവിടെ പേജ് ഫോൾട്ട് സംഭവിക്കുന്നതുകൊണ്ട് പേജ് ഫോൾട്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. പിന്നെ ആ പേജിനെ എടുത്തിട്ട് ആ ഫ്രെയിമിൽ ആ പൊസിഷനിൽ ലോഡ് ചെയ്യും. അതിനുശേഷം ടൈമറെ അപ്ഡേറ്റ് ചെയ്യും. ഇനി ഫ്രെയിമിന്റെ സൈസ് എല്ലാ സ്റ്റേറ്റ്സ് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഫ്രെയിം എംപ്റ്റി ആണോ നോക്കും. എംപ്റ്റി ആണെങ്കിൽ മൈനസ് ആണ് പ്രിന്റ് ചെയ്യിപ്പിക്കുക. എംപ്റ്റി അല്ലെങ്കിൽ ആ പേജസ് പ്രിന്റ് ചെയ്യിപ്പിക്കും. അതിനുശേഷം എത്ര പേജ് ഫോൾട്ട് ഉണ്ടായിന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നതാണ് ഈ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഇനി മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ പേജസ് എന്ന് പറഞ്ഞിട്ടുള്ള എറയുടെ ഉള്ളിൽ നമ്മൾ റെഫറൻസ് സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്പർ ഓഫ് പേജസ്, അതാണ് എൻഡ്, അത് കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ കപ്പാസിറ്റി 3 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്രെയിം സൈസ് എന്ന് പറയുന്നത് 3 ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ LRU എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫംഗ്ഷൻ, അതിനെ കോൾ ചെയ്യുമ്പോൾ പേജ് റീപ്ലേസ്മെന്റ് പ്രോസസ്സ് സ്റ്റിമുലേറ്റ് ആവുന്നു. അപ്പോൾ ഇതാണ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ആയ ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. ആ കോഡിന്റെ ഔട്ട്പുട്ട് നോക്കാം. റെഫറൻസ് സ്ട്രിങ് കോഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 1303563. അതുപോലെ നമ്പർ ഓഫ് ഫ്രെയിംസ്, അതായത് കപ്പാസിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് 3 ആണ്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് ഇതാണ്. അതായത് ടോട്ടൽ പേജ് ഫോൾട്ട് 6. ഈ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ആദ്യം ഫ്രെയിമിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ 1 ഉണ്ടായിരുന്നില്ല, അപ്പോൾ 1നെ ലോഡ് ചെയ്തു, അതൊരു മിസ്സാണ്. 3 ഉണ്ടോ എന്ന് നോക്കി, 3 ഉണ്ടായിരുന്നില്ല, അപ്പോൾ 3നെ ലോഡ് ചെയ്തു, അതൊരു മിസ്സാണ്. 0 ഉണ്ടോ എന്ന് നോക്കി, 0 ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിനെ ലോഡ് ചെയ്തു, അതൊരു മിസ്സാണ്. ഇനി വീണ്ടും 3 ഓൾറെഡി ഈ ഒരു ഫ്രെയിമിലുണ്ട്, അപ്പോൾ അതൊരു ഹിറ്റാണ്. ഇനി 5 ഫ്രെയിമിലില്ല, ഫ്രെയിം എംപ്റ്റി അല്ല, അപ്പോൾ നമുക്ക് പേജ് റീപ്ലേസ് ചെയ്യണം. ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് പേജ് എന്ന് പറയുന്നത് 1 ആണ്, അപ്പോൾ 1നെ റീപ്ലേസ് ചെയ്ത് 5 വന്നു, അതൊരു മിസ്സാണ്. ഇനി നമുക്ക് 6 ആണ് ആഡ് ചെയ്യാനുള്ളത്, അപ്പോൾ 6 ഈ ഒരു ഫ്രെയിമിലില്ല, ഫ്രെയിം എംപ്റ്റി അല്ല, അപ്പോൾ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് എന്ന് പറയുന്നത് 3 ആണ്, അപ്പോൾ 3നെ റീപ്ലേസ് ചെയ്ത് 6 വെച്ചു, അതൊരു മിസ്സാണ്. അടുത്തത് ആഡ് ചെയ്യാനുള്ളത് 3 ആണ്, അപ്പോൾ 3 ഫ്രെയിമിലില്ല, അപ്പോൾ അതിനെ നമുക്ക് വേറൊരു അതുപോലെ ഫ്രെയിം എംപ്റ്റി അല്ല, അപ്പോൾ ഒരു റീപ്ലേസ്മെന്റ് നടത്തണം. ഇവിടെ ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് 0 ആണ്, അപ്പോൾ 0നെ റീപ്ലേസ് ചെയ്ത് 3 വന്നു, അപ്പോൾ അതൊരു മിസ്സാണ്. അപ്പോൾ ടോട്ടൽ പേജ് ഫോൾട്ട് എന്ന് പറയുന്നത് 6 ആയിരിക്കും.